പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 നവംബർ 23 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ്. ഏതൊരു എക്സാമിനും കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെ ഈ വീഡിയോയും ഓരോ ദിവസവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. ഏതൊരു എക്സാം വരുമ്പോഴും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആസ് പെർ ദ ന്യൂ ഓർഡിനൻസ് ഓഫ് ദി കേരള ഗവൺമെൻറ്, വിച്ച് സെക്ഷൻ gives the police more powers to prosecute persons who exploit various communication platforms to slander fellow citizens? കേരള സർക്കാരിൻ്റെ പുതിയ ഓർഡിനൻസ് അനുസരിച്ച് വിവിധ പൗരന്മാരെ അപകീർത്തിപ്പെടുത്തുന്നതിനെയും വിവിധ ആശയവിനിമയ പ്ലാറ്റ്ഫോമുകൾ ചൂഷണം ചെയ്യുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പോലീസിന് കൂടുതൽ അധികാരം നൽകുന്ന ആക്ട് ഏതാണ്? സെക്ഷൻ 118A. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഓർഡിനൻസ് സൈൻ ചെയ്തു. ഇത് പ്രകാരം വ്യക്തികളെ വിവിധ കമ്മ്യൂണിക്കേഷൻസ് വഴി അപകീർത്തിപ്പെടുത്തിയാൽ 3 വർഷം തടവും 10,000 രൂപ പിഴ അടയ്ക്കേണ്ടിയും വരും. What is the name of bilateral maritime exercise scheduled to host by India with Singapore from 23rd to 25 November 2020 in the Andaman Sea? ആൻഡമാൻ കടലിൽ 2020 നവംബർ 23 മുതൽ 25 വരെ സിംഗപ്പൂരിനോടൊപ്പം ഇന്ത്യ ആതിഥേയം വഹിക്കാൻ ഉദ്ദേശിക്കുന്ന ബൈലാറ്ററൽ മാരിടൈം എക്സസൈസിൻ്റെ പേരെന്താണ്? സിംബെക്സ് 20. 27ാമത്തെ പതിപ്പായിട്ടുള്ള സിംബെക്സ് 20യിൽ ഇന്ത്യൻ നേവിയും റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂർ നേവിയും പങ്കെടുക്കുന്നു. ഇത് 1994 മുതൽ ആരംഭിച്ചു. ഇതിൻ്റെ പ്രധാന എയിം പരസ്പര സമ്പർക്കം വർദ്ധിപ്പിക്കുകയും പരസ്പരം മികച്ച രീതികൾ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ്. How many countries were the part of SITMEX 20 naval exercise which concluded on 22nd November 2020? 2020 നവംബർ 22 സമാപിച്ച സിറ്റ്മെക്സ് 20 നേവൽ അഭ്യാസത്തിൻ്റെ ഭാഗമായി എത്ര രാജ്യങ്ങൾ ഉണ്ടായിരുന്നു? ഇന്ത്യ, തായ്ലൻഡ്, സിംഗപ്പൂർ. സിംബെക്സ് 20 ഇന്ത്യയും സിംഗപ്പൂരുമായിരുന്നു. ഇവിടെ സിറ്റ്മെക്സ് 20 ഇന്ത്യ, തായ്ലൻഡ്, സിംഗപ്പൂർ. 2020 നവംബർ 22 സിറ്റ്മെക്സ് 20 സമാപിച്ചു. ആൻഡമാൻ സീൽ വെച്ചായിരുന്നു എക്സസൈസ്. നവംബർ 21 മുതൽ 22 വരെയായിരുന്നു സിറ്റ്മെക്സ് 20 എക്സസൈസ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി 14 years ഗേൾ ഹു റിസീവ് ദി ചിൽഡ്രൻ ക്ലൈമറ്റ് പ്രൈസ് ഫ്രം സ്വീഡൻ ഫോർ ഹർ ഇന്നൊവേഷൻ സോളർ അയേണിംഗ് കാറ്റ്? പുതിയ കണ്ടുപിടുത്തങ്ങളിൽ സ്വീഡനിൽ നിന്നുള്ള ചിൽഡ്രൻ ക്ലൈമറ്റ് പ്രൈസ് ലഭിച്ച 14 വയസ്സുള്ള പെൺകുട്ടിയുടെ പേര്? വിനീഷ ഉമാശങ്കർ. സോളാർ കൊണ്ട് പ്രവർത്തിക്കുന്ന ഇസ്തിരിപ്പെട്ടിയുള്ള ഉന്തുവണ്ടി, അതിൻ്റെ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള അവാർഡായിരുന്നു വിനീഷ ഉമാശങ്കറിനെ സ്വീഡൻ ചിൽഡ്രൻ ക്ലൈമറ്റ് ഫൗണ്ടേഷൻ നൽകിയത്. കൂടാതെ 2019 വിനീഷ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇഗ്നൈറ്റ് അവാർഡും ലഭിച്ചിരുന്നു. What is the name of the satellite which has been launched by NASA to monitor ocean water level on 21st November 2020? 2020 നവംബർ 21 സമുദ്രജലനിരപ്പ് നിരീക്ഷിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേര്? കോപ്പർനിക്കസ് സെന്റിനൽ 6 മൈക്കൽ ഫെർലിക്സ് സാറ്റലൈറ്റ്. ജെയ്സൺ CS മിഷൻ എന്ന പേരിലും അറിയപ്പെടുന്ന ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് സ്പേസ് 10 ഫാൽക്കൺ 9 റോക്കറ്റിൽ നിന്നാണ്. ഈ സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്തത് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ദി എക്സ്പ്ലോറേഷൻ ഓഫ് മെട്രോളജിക്കൽ സാറ്റലൈറ്റ്, ഫ്രഞ്ച് നാഷണൽ സെൻറ്റർ ഫോർ സ്പേസ് സ്റ്റഡീസ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ആൻ ഇന്ത്യൻ അമേരിക്കൻ who appointed as policy director of US First Lady Jill Biden?
US പ്രഥമ വനിത ജിൽ ബൈഡന്റെ പോളിസി ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ്റെ പേര്? മാല അഡിഗ. മാല അഡിഗ ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്ട് പ്രൈവറ്റ് സെക്ടർ കർണാടക ബാങ്ക് ലിമിറ്റഡിൻ്റെ ഫൗണ്ടറായിട്ടുള്ള കെ സൂര്യനാരായണ അഡിഗയുടെ കുടുംബത്തിൽ ഉള്ള വ്യക്തിയാണ്. ഹൂ വൺ ദി ATP ഫൈനൽസ് ടൈറ്റിൽ ഓൺ 22 നവംബർ 2020? 2020 നവംബർ 22 നടന്ന ATP ഫൈനൽസ് വിജയിച്ച വ്യക്തി? ഡാനിൽ മെഡ്വഡേവ്. റഷ്യൻ പ്ലെയർ ആയിട്ടുള്ള ഡാനിൽ മെഡ്വഡേവ് ഡൊമിനിക് തീമിനെ തോൽപ്പിച്ചുകൊണ്ട് ATP ഫൈനൽസിൽ വിജയിച്ചു. 2020 നവംബർ 15 മുതൽ 22 വരെയായിരുന്നു ATP ഫൈനൽസ്. ഡാനിൽ മെഡ്വഡേവ് റഷ്യൻ പ്ലെയറാണ്. നെയിം ഓഫ് ദ ഇന്ത്യൻ ടെന്നീസ് പ്ലെയർ ഹു ഫിനിഷ്ഡ് റണ്ണർ-അപ്പ് അറ്റ് ദി ഓർലാൻഡോ ചലഞ്ചർ ഫൈനൽസ്? ഓർലാൻഡോ ചലഞ്ചർ ഫൈനൽസിൽ റണ്ണർ-അപ്പ് ആയിട്ടുള്ള ഇന്ത്യൻ ടെന്നീസ് പ്ലെയറിൻ്റെ പേര്? പ്രജ്നിഷ് ഗുണേശ്വരൻ. ബ്രാൻഡൻ നക്കാഷിമയാണ് ഓർലാൻഡോ ചലഞ്ചർ ഫൈനൽസിൽ വിജയിച്ചത്. ഇവിടെ പ്രജ്നേഷ് ഗുണേശ്വരൻ റണ്ണറപ്പായി. പ്രജ്നേഷ് ഇന്ത്യൻ ടെന്നീസ് പ്ലെയറിലെ ടോപ്പ് റാങ്കിൽ 2ാമത്തെ പ്ലെയറാണ്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. ഓരോ പ്രാവശ്യം നമ്മൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റം വരും. നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.